തകർന്ന മനസ്സോടെയാണ് ഞാനിത് പറയുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാൻ ഇത്രയും നാൾ ഞാൻ മടിച്ചു. എന്നാൽ ഇനിയും എനിക്കതിന് കഴിയില്ല. ഗസയിൽ നിന്ന് പുറത്തുവരുന്ന ചിത്രങ്ങൾ ഞാൻ കണ്ടു. അവിടെയുള്ളവരോട് സംസാരിച്ചു. അത്യധികം മനോവേദനയോടെ പറയുകയാണ് ഞാൻ, ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണ്. ഇനിയും അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ബുക്കർ പ്രൈസ് അടക്കം നേടിയ ഇസ്രായേലി എഴുത്തുകാരൻ ഡേവിഡ് ഗ്രോസ്മാന്റെ വാക്കുകളാണിത്. ഇറ്റാലിയൻ ദിനപത്രമായ ലാ റിപ്പബ്ലിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗ്രോസ്മാൻ മനസ്സു തുറന്നത്. ഗസ വിഷയത്തിൽ ഇസ്രായേലിന്റെ നിലപാടുകളെ വിമർശിക്കാൻ ഇതാണ് പറ്റിയ സമയമെന്നും കൂട്ടിച്ചേർക്കുന്നു അദ്ദേഹം. ആ അഭിമുഖത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അന്താരാഷ്ട്ര തലത്തിലടക്കം നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ എഴുത്തുകാരനാണ് ഡേവിഡ് ഗ്രോസ്മാൻ. അദ്ദേഹത്തിന്റെ കൃതികൾ 30-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. 2018 ഇസ്രായേൽ പരമോന്നത സാഹിത്യ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇതാദ്യമായാണ് ഗസ യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണെന്ന പരസ്യ നിലപാട് ഗ്രോസ്മാൻ സ്വീകരിക്കുന്നത്. ഗസയെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിലെല്ലാം യുദ്ധം എങ്ങനെ ഇസ്രായേലിനെ ബാധിക്കുന്നു എന്നതിന് ഊന്നൽ നൽകിയായിരുന്നു ഇതുവരെ ഗ്രോസ്മാന്റെ പരാമർശങ്ങളെല്ലാം തന്നെ. ലാ റിപ്പബ്ലിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിലും ഈ കാര്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ ഗസയിലെ ദുരവസ്ഥ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം യുദ്ധത്തോടുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വംശഹത്യ എന്ന വാക്കുപയോഗിക്കാൻ ഒരുപാട് വർഷം മടിച്ചയാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അത് ഉപയോഗിക്കാതെ എനിക്ക് പറ്റുന്നില്ല. ഈ വാക്ക് സത്യത്തിൽ ഒരു മഞ്ഞുമലയുടെ അറ്റത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞു തുടങ്ങിയാൽ അതൊരുപാട് നീണ്ടുപോകും. അത്രയധികം വ്യാപ്തി അതിനുണ്ട്. ഒരു ജനത ഒന്നാകെ അനുഭവിക്കുന്ന ദുരിതം വിവരിക്കാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആ വാക്ക് പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ ജനങ്ങൾക്ക് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തോ വലുത് നമുക്കും സംഭവിക്കാനിരിക്കുന്നു എന്ന്. ഇസ്രായേൽ എന്ന പേരിനൊപ്പം ക്ഷാമം എന്ന് ചേർത്ത് വായിക്കുന്നത് തീർച്ചയായും മനക്ലേശമുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഹോളോകോസ്റ്റിന്റെ സമയത്ത് അതിന്റെ ഭീകരത അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ജൂത സമൂഹം. സഹജീവികളോട് ഞങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിന് എതിരാണ് ഈ വാക്ക്. ഒരു കാര്യം ഞാൻ പറയാം, അധികാരമോഹം ഇസ്രായേലിനെ നശിപ്പിച്ചിട്ടുണ്ട്. അത് ഫലസ്തീന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഗസയിലേക്കുള്ള കടന്നുകയറ്റം ഞങ്ങളെ തുലച്ചു. 1967 വിജയത്തിന് ശേഷം ഇസ്രായേൽ സൈനികപരമായി ഏറെ കരുത്താർജിച്ചിട്ടുണ്ട്. എന്നാൽ അധികാരം ഞങ്ങളെ നശിപ്പിച്ചു. എന്തും ചെയ്യാനാകും എന്ന ധാർഷ്ട്യം ഇസ്രായേലിനുണ്ടായി. സത്യത്തിൽ 1967 ഫലസ്തീനിയൻ പ്രദേശങ്ങളിലേക്ക് നടത്തിയ കടന്നുകയറ്റത്തോടെ തുടങ്ങി ഇസ്രായേലിന്റെ ശാപം. പക്ഷേ അത് ഇസ്രായേലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഫലസ്തീന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർ ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നു, ഞങ്ങൾ അവർക്കു നേരെ വെടിയുതിർക്കുന്നു. ഇരുകൂട്ടരും ഒരേ ദുരവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇതാണ് നിലവിൽ നടക്കുന്നത്. രണ്ടു കൂട്ടരും രാഷ്ട്രീയപരമായി കുറച്ചുകൂടി പക്വത കാട്ടിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി ധൈര്യശാലികളായിരുന്നുവെങ്കിൽ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമായേനെ. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്ന ചോദ്യത്തിന് അത് മാത്രമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്നായിരുന്നു ഗ്രോസ്മാന്റെ മറുപടി. ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രഖ്യാപനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഒരു രാഷ്ട്രമുണ്ടായാൽ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ കൈവന്നാൽ അതിന് അതിന്റേതായ ഗുണങ്ങളുണ്ടാകും. ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ് ഞാൻ. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതാദ്യമായല്ല ഇസ്രായേൽ നടപടികൾക്കെതിരെ ഗ്രോസ്മാൻ രംഗത്ത് വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ പരസ്യമായി വിമർശിക്കുന്നവരിൽ പ്രമുഖനാണ് ഇദ്ദേഹം. സർക്കാർ വിരുദ്ധ റാലികളിലും ഗ്രോസ്മാൻ സ്ഥിര സാന്നിധ്യമാണ്. ഗസയെ പട്ടിണിക്കിടുന്ന ഇസ്രായേൽ നടപടികളിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗ്രോസ്മാനും അതേ കാര്യം ശരിവെച്ച് രംഗത്ത് വന്നത്.